SvsTechCurryWorldക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ആ വീഡിയോ എടുത്തിട്ട്, ഏതാണ്ട് ഞങ്ങൾ സെപ്റ്റംബറിലാണ് ആ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ കേടായി, പിന്നെ റെസിപ്പിയൊക്കെ കയറ്റേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് അതൊന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഹത്ത ഡാമിലേക്കാണ് പോയത്. ഹത്ത പോണ വഴിക്കൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹത്ത ഡാമിൽ പോയ വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഉണ്ണിമോളെ ഹായ് പറഞ്ഞ. ഹത്തൊക്കെ ഒന്ന് പോയിട്ടില്ല. അതെല്ലാം വെക്കേഷൻ ഓണത്തിന് മുമ്പ് ഒന്ന് ഹത്ത വരെ ഹത്ത ഡാമും. നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. കാറിലിരുന്നിട്ട് ഇങ്ങനെ പുഴുകണു. ഉണ്ണിമോനെ ഹായ് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ നാഷണൽ പെയിൻസ് എത്തി. പാലം കയറി കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന സഫാരി മാളാണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന മോസ്കാണ്. മോസ്കിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഷാർജ യൂണിവേഴ്സിറ്റി ഏരിയയാണ്. ഈ സൈഡിൽ കാണുന്നത് അൽകാസ്മിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോവുകയാണത് ഹത്തിന്. ആ കാണുന്നതാണ് ഷാർജ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയം. വലിയ ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റൊക്കെ ഉണ്ട്, നല്ല വലിയ ഏരിയയാണ്. നമ്മൾ വൈകിട്ട് നമ്മൾ ഇവിടെ പിള്ളേരായിട്ടൊക്കെ കളിക്കാൻ പോകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം യൂണിവേഴ്സിറ്റികളുണ്ട്. സ്കൈലൈൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറച്ചധികം യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പസ് കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലിഹ റോഡിൽ കൂടെയാണ്. അപ്പോൾ ഈ മലിഹ റോഡിൽ കൂടെ നമ്മൾ നേരെ വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഫുജേറയിലും പോവാം, കോർഫക്കാനിലും പോവാം, അതുപോലെ തന്നെ ഹത്തയിലേക്കും പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഹത്തയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഹത്തയിലേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ വൈകി പോയി. ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിനോദം പറയുണ്ടായി വണ്ടി എടുത്തപ്പോൾ തന്നെ റിസർവിലായിരുന്നു. 30 കിലോമീറ്ററേ ഓടുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 20 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇനി 10 കിലോമീറ്ററും കൂടി ഓടുള്ളൂ. അപ്പോൾ വിനോദം എന്നോട് പറയുണ്ടായി എവിടെയെങ്കിലും പെട്രോൾ പമ്പ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഞങ്ങൾക്കൊരു പെട്രോൾ പമ്പ് കിട്ടി. അവിടെ പെട്രോൾ അടിക്കാൻ കയറ്റിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വിനോദം പറഞ്ഞു, അയ്യോ നമ്മൾ നേരം വൈകിയില്ലേ, നമുക്ക് ഇവിടെ അടുത്ത പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാനും വിനോദിന് തീരെ ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത പെട്രോൾ പമ്പിലേക്ക് രക്ഷയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് സൈഡിൽ കാണുന്നത് ഈന്തപ്പഴത്തിൻ്റെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നത് തന്നെ. നല്ല ചൂടാണ്. അപ്പോൾ ഇതിനൊക്കെ വെള്ളം ഒഴിക്കുന്നത് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ ടാങ്കർ ലോറിക്ക് വെള്ളം ഒഴിക്കണ നോക്കിയണ്ട, ഇങ്ങനെ ടാങ്കർ ലോറിക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ചിട്ട് ചെടി ഈ ഈന്തപ്പഴത്തിനൊക്കെ നനയ്ക്കണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഹത്തയിലേക്ക്. അപ്പോൾ ഈ റോട്ടിൽ നമുക്ക് മാക്സിമം 150 സ്പീഡ് വരെ ഓടിക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി 120-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, 120-130-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി അത് കാണുന്നത് നല്ല പക്ക അവിടുത്തെ കറക്റ്റ് നമ്മൾ മരുഭൂമി എന്ന് പറയില്ലേ, അതാണ് കറക്റ്റ് മരുഭൂമി. നല്ല ചുമന്ന മരുഭൂമിയാണ്. അപ്പോഴൊക്കെ നമ്മളെ വണ്ടിയുടെ ലൈറ്റ് റിസർവ് കത്തി തുടങ്ങി. അപ്പോൾ ടെൻഷനായി. 5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടില്ല. ടെൻഷനാണ് ഓടിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നിൽക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോഴും ഇത് 2 മലകളുടെ ഇടയിൽ കൂടി നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പോയി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെട്രോൾ പമ്പിൻ്റെ ഒരു ബോർഡ് കണ്ടു. അപ്പോഴാണ് സമാധാനമായത്. കാരണം ഓൾറെഡി റിസർവ് കഴിഞ്ഞ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, 30 മേലെയായി. എന്നാലും പെട്രോൾ പമ്പ് എത്തുന്നവരെ വണ്ടി ഓടി. അവിടെ ചെന്നപ്പോൾ പെട്രോൾ പമ്പിൽ തിരക്കില്ല. നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അവിടെ ഒരു കബൈൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പെട്രോൾ അടിച്ചിട്ട് നമ്മളിതാ അവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് പെട്ടെന്ന് വേഗം ഇറങ്ങി. അതാണ് കറക്റ്റ് സൈഡിൽ വരുന്നത്, കറക്റ്റ് മരുഭൂമി. കൂടെ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ മലയെല്ലാം കാണാൻ പറ്റുന്നില്ല. സൂര്യ ലെഫ്റ്റ് സൈഡ് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് പച്ചപ്പുണ്ട്. അത് ഈ പ്രാവശ്യം മഴ കൂടുതലാണ്. മഴയത്ത് ഇത് അതിൻ്റെ പച്ചപ്പാണത്. ഈ പ്രാവശ്യം കുറച്ചധികം മഴ കൂടുതൽ കിട്ടിയായിരുന്നു.
നമ്മൾ 6 ആക്കി കഴിഞ്ഞിട്ട് മലകളുടെ ഇടയ്ക്ക് പോകണം. മൊട്ടക്കൊന്നും അറിയാം, മൊട്ടമലകളാണ്, അതല്ല പച്ചപ്പില്ലാത്ത മലകളാണ്. പക്ഷേ മഴക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ പുല്ലുണ്ടാവും, ചെറിയ ചെറിയ പുല്ലുകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ മഴ കൂടുതലായ പിന്നെ ഇങ്ങനെ അതെല്ലാം ഞാൻ പോയപ്പോൾ മഴക്കാലത്ത് പോയിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും പച്ചപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹത്തയിലേക്കുള്ള റോട്ടിലൂടെ കയറി. ഇതാണ് ഹത്തയിലേക്കുള്ള കറക്റ്റ് വഴി. അപ്പോൾ നമ്മൾ ഹത്ത ബോർഡ് കണ്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് ഹത്ത ബോർഡ് എടുത്തു, ഉള്ളിലോട്ട് പോയി. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു അബദ്ധമല്ല, നല്ലൊരു കാഴ്ചയായിരുന്നില്ല ഉള്ളിൽ പോയപ്പോൾ. കാരണം നമ്മൾ ഈ ഉള്ളുവഴിയുടെ പോകുമ്പോൾ കറക്റ്റായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലത്തെ വഴികളിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് വണ്ടിയിൽ വരുന്നുണ്ടാവുന്നു, കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടൊക്കെ അപ്പോൾ വരുന്നുണ്ടായിരുന്നു. നാട്ടിലത്തെ റോഡ് പോലെ തന്നെ കയറ്റം ഇറക്കം ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രൈറ്റ് വേണമെങ്കിൽ പോകായിരുന്നു മെയിൻ റോഡിൽ കൂടി. പക്ഷേ നമ്മൾ ഇതിൽ പോയതുകൊണ്ട് കുറേ കാഴ്ച കിട്ടില്ല നമുക്ക്. അവിടുത്തെ ഉൾപ്രദേശങ്ങളെല്ലാം കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഹത്ത ബോർഡ് കാണുന്നുണ്ട് മുകളിലാണ്, മലയുടെ മേലെ ഹത്ത എന്ന് എഴുതിയിട്ടുണ്ടാവും. ഏകദേശം ഞങ്ങൾ ഹത്ത എത്താറായിട്ടുണ്ട്. ഉള്ളിക്കടയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിക്കട പോയിട്ട് അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ നമ്മൾ ഹത്തയുടെ അവിടുത്തെ മെയിൻ റൗണ്ടിലെത്തി, ഫസ്റ്റ് റൗണ്ടിലെത്തി. അവിടെ നിന്ന് ആയിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാടി കിട്ടും. അതന്നെ ആ വാടിയുടെ മേലെ കൂടെയുള്ള ഇതിലേക്ക് പോകുന്നത്. മഴക്കാലത്തൊക്കെ ഇവിടെ നന്നായിട്ട് വെള്ളം നിറഞ്ഞൊഴുകട്ടെ, ഇതിലേക്കൂടെ നന്നായിട്ട് വെള്ളം ഒഴുകും. അപ്പോൾ ഹത്തയുടെ ബോർഡ് കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ വാടിയൊക്കെ നിറഞ്ഞൊഴുകും മഴക്കാലത്തൊക്കെ. അപ്പോൾ പലപ്പോഴും വെള്ളമുണ്ട് ഇതിൽ. ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ സ്ട്രൈറ്റ് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കുറേ മാവിൻ തോട്ടങ്ങളുണ്ട്, കുറേ മാവ്. നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വൈകിയപ്പോൾ വൈകിയല്ലോ, ഇരുട്ട് പോകാറായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡാമിലേക്ക് എത്താന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. കാരണം 5:30 മണി 6 മണികളിലായി. അപ്പോൾ നമ്മൾ ഹത്തയിലെത്തി. ഹത്ത കൈയാക്കിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഹത്ത ഡാമിൻ്റെ സ്പിൽവേയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇതിനു മുമ്പ് പോയപ്പോൾ നമ്മൾ താഴത്തോടെ പാർക്ക് ചെയ്യേണ്ടത്. ഞാൻ വേഗം വണ്ടി താഴത്തേക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയത്. അത് നോക്കിയപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ വിജനമായിട്ട് കിടക്കണം. കോവിഡൊക്കെ ആയതുകൊണ്ട് ആരും വരുന്നില്ല. അങ്ങനെ 3-4 വണ്ടികളുള്ളൂ. ഞങ്ങൾ വണ്ടി പാർക്ക് അവിടെ ചെയ്തില്ല. അവിടെ നിന്ന് മേലെ ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് മേലെ ഡാമിന് മേലെ കയറിയിട്ട് ഡാമിന് മേലെയാണ് പാർക്ക് ചെയ്തത്. ഉള്ളിൽ കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴെ നോക്കുമ്പോൾ തന്നെ ഒരു ഫാമിലി ബോട്ടിന് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വലിയ ചൂടില്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ ചൂടായാലും ഇവിടെ എത്തിയപ്പോൾ ചൂടുണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളം നോക്കിയാൽ നല്ല കാണാൻ ഭംഗി, തെളിഞ്ഞ വെള്ളം. അപ്പോൾ ഈ പറഞ്ഞ കയാക്കിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം പൊങ്ങണനുസരിച്ച് ഈ സാധനം ജെട്ടി, ഈ പറഞ്ഞ ബോട്ടിന് ജെട്ടില്ലേ, തനിയെ മുകളിലോട്ട് പൊങ്ങി വരും. ഫ്ലോട്ടിങ് ജെട്ടിയാണത്. നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ, കൊച്ചിയിലൊക്കെ ഉണ്ട് ഇപ്പോൾ. അത് വെള്ളം എന്തോരം പൊങ്ങുന്നു അനുസരിച്ച് ഫ്ലോട്ടിങ് ആയിട്ട് ഇത് പൊങ്ങി വരും. അത് പണ്ടൊക്കെ വെള്ളം കൂടാറുണ്ട്, മഴ പെയ്യുമ്പോൾ കൂടും. അപ്പോൾ ഈ ഒരു കയറ്റം എന്ന് പറഞ്ഞത് ഈ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നുള്ള വണ്ടി കയറി വന്നത്. നമ്മൾ ഇതിലാണ് നേരത്തെ വണ്ടി കയറി മുകളിലേക്ക് വന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ആ പാർക്കിംഗ് ഏരിയ. ഈ പാർക്കിംഗ് ഏരിയ പുതിയ ഉണ്ടാക്കിയാണ്. മലകളിടിച്ചിട്ട് അവിടെ താഴെ പാർക്കിംഗ് ആക്കിയാണ്. തിരക്ക് കൂടിയപ്പോഴാണ് അത് പാർക്കിംഗ് ആക്കിയത്. ഓക്കെ, നല്ല ഞാനത് പോസ്റ്റ് ചെയ്ത് നല്ല ആ മുട്ടപ്പന്നിൻ്റെ ഏറ്റവും ടോപ്പിലെടുത്തതുണ്ടാ. ഇതാണ് എൻ്റെ സ്പിൽവേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഡാം, ഹത്ത ഡാം. ഒരു ആർച്ച് പോലെ പറയാം, ചെറിയൊരു ആർച്ച് പോലെ എടുത്ത ഡാമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാം. മുട്ടപ്പന്നുകളെല്ലാം ഇവിടെ പാർക്കിങ്ങിൻ്റെ സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വണ്ടികൾ കയറി വിടുന്നുണ്ട്. ഇവിടെ ഈ വഴിയാണ് നമ്മുടെ മുകളിലോട്ട് കയറി വന്നത് കേട്ടോ. നമ്മൾ വണ്ടി കുറച്ച് ഈ നമ്മൾ വയനാട്ടിലൊക്കെ പോണ ലെവലിൽ മല കയറണ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് കയറുമ്പോൾ അപ്പോൾ ഇതൊരു ഫാമിലി കയാക്കിങ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ റൗണ്ട് ചെയ്തിട്ട് കയാക്ക് ചെയ്ത് പോവാം. ഞങ്ങൾ ചെയ്തില്ല, കാരണം ആ കേസ് ഇരുട്ടായി. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 1 മണിക്കൂറിനുള്ള ഉണ്ടാവില്ല. ഒരു ബോട്ടും പോകുന്നുണ്ട്. ഓക്കെ, ഉണ്ടാവില്ല, ബോട്ടിങ് ചെയ്യാൻ പറ്റുമല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്, പച്ച പോലെ. നീലത്തടാകമാണെങ്കിൽ പച്ചടാകം. അതിപ്പോൾ ഇരുട്ടായപ്പോൾ ബോട്ടൊക്കെ വന്ന് തുടങ്ങി. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങാറായിട്ടുണ്ട്. ഇരുട്ടായപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഈ ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയാണ്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ കാണാനുണ്ട്, ഓരോ സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ അല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ പലരും പോകുന്നുണ്ട്. ഈ നൈറ്റ് വ്യൂ കിട്ടുന്നത് അപൂർവ്വം. ഓക്കെ, നൈറ്റ് വ്യൂ ലൈറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല കാണാൻ നല്ലൊരു രസമാണ്. നല്ല ലൈറ്റൊക്കെ നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കാൻ കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ വൈകി, ചൂടായതുകൊണ്ടാണ് ഇറങ്ങാൻ വൈകിയത്. അപ്പോൾ പിന്നെ എത്തിയപ്പോൾ അവിടെ നിന്ന് തിരക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു.
പിന്നെ ഞങ്ങൾ അവിടെ നമ്മുടെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ട്രൈ ചെയ്തായിരുന്നു. സൂര്യയല്ലേ പറയണത്. അപ്പോൾ സൂര്യയുടെ ഇൻട്രോ എടുക്കുമ്പോൾ ഒരു 50 പ്രാവശ്യം എടുത്തപ്പോഴാണ് നമ്മൾ സമയം പോയത്. അപ്പോൾ അങ്ങനെ നമ്മളവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതാ ഇരുട്ടായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വണ്ടി വളച്ചു കൊണ്ടുവരണം. അറ്റത്ത് പോയിട്ട് നമുക്ക് വളക്കാൻ പറ്റും. അപ്പോൾ വൺ വേ ആണിത്. അല്ല, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. 1 വേ അല്ല 2 വേ തന്നെ. പക്ഷേ വണ്ടി സൈഡ് പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ സ്പിൽ വേ കാണാം. ആ സ്പിൽ വേയിൽ ഇവിടുത്തെ ഷെയ്ഖുമാരുടെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുണ്ടാണ്. നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് ഇട്ട് നമ്മൾ ഇനിയുള്ളത് പോക്കുന്നത് നമ്മൾ എങ്ങനെ പോകുന്നത്? ഹിൽ പാലസിലേക്കല്ലേ പോകണം പറഞ്ഞത്? ഹിൽ പാർക്കിലേക്ക്. ഹിൽ പാലസ് അല്ല, ഹിൽ പാർക്ക്. എനിക്ക് ഹിൽ പാലസായിട്ട് മാറിപ്പോകും. നാട്ടിൽ തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസും ഇവിടുത്തെ ഹിൽ പാർക്കും. അപ്പോൾ നമ്മൾ ഹിൽ പാർക്കിലേക്ക് പോകുമ്പോൾ ആ ദുബായിൽ നിന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് വന്നൊരു ബസ് പോകുന്നുണ്ട് ദുബായിൽ നിന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹിൽ പാർക്കിലെത്തി. ഹിൽ പാർക്കിലെത്തിയപ്പോൾ ഇരുട്ടായി. കയറാൻ മടിയുണ്ട്, കാരണം ഈ കോവിഡൊക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അവിടെ കയറാൻ ഒറ്റക്ക് കുറച്ച് പേരൊക്കെ കയറാം. മാസ്ക് നിർബന്ധമായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഹിൽ പാർക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയറ്റം കയറി പോകുമ്പോൾ നമ്മൾ ഈ പഴനിക്കെല്ലാം പോകണ്ടേ സ്റ്റെപ്പ് കയറി പോയിട്ട് ഓരോ ലെയറിലും ഓരോ ഹട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലെയറിൽ ചെയ്ത ഹട്ടുകൾ അവിടെ പോയിട്ട് നമുക്ക് തമ്പടിക്കാം. അപ്പോൾ ഇവിടെ ഒരു 10-15 ഫാമിലിക്കൊക്കെ ഇരിക്കുക. 10-15 ആൾക്കാർക്ക് ഇരിക്കുക. ഫാമിലിക്കല്ല, 15 ആൾക്കാർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റും. ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇരുട്ടായി. ഞങ്ങൾ എന്നാലും ചെറിയൊരു പേടിയുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആ പാർക്കിൽ. ശരിക്കും ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു വർക്കിംഗ് ഡേനാണ് പോയത്. ആ പോകും. അപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് കയറി. ഇപ്പോൾ ഇരുന്നു കയറിയപ്പോൾ നമുക്ക് ആവശ്യതയില്ലേ സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പം അവിടെ നമ്മൾ വേറൊരു താഴത്തേക്കുള്ള ഒരു വ്യൂ എടുത്ത് നോക്കിയപ്പോൾ നല്ല കാണാനുള്ള ഭംഗിയുണ്ട്. അങ്ങനെ അത് കണ്ടപ്പോൾ നമുക്ക് മുകളിലായിട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു എത്ര ലെയർ ഉണ്ട്? ഒരു 4-5 ലെയർ ഉണ്ടല്ലോ. അങ്ങനെ ഇതാണ് എൻ്റെ ഹട്ട്. മുകളിൽ മറ്റേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ വേയിൽ പുല്ലെല്ലാം വെച്ച് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിൽ ടവർ. അതിൽ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടോപ്പിൽ ടവറിൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ പോയിട്ട് ഒരു വ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ മുകളിലോട്ട് കയറുന്നുണ്ട്. കയറുമ്പോൾ ഞങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ? പിന്നോട്ടം ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ കാലൊക്കെ വേദനയാണ് കയറുന്നു തുടങ്ങി. പിള്ളേർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് ഡാമിൻ്റെ മുകളിലോട്ട് കയറി അങ്ങനെ. അപ്പോൾ ഓക്കെ, അവിടെ നിന്ന് ഹിൽ പാർക്കിൻ്റെ മുകളിൽ നിന്നൊരു ഹത്തയുടെ വ്യൂ ആണത്. എന്താ നല്ല ഭംഗിയായിട്ടില്ലേ? നമ്മൾ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ധൃതിക്കടുത്തത് ക്യാമറ നമുക്ക് കിട്ടേണ്ട ഒരു ആദ്യത്തെ നമുക്ക് അത്ര കണ്ട് കൈ വഴങ്ങേണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഓട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. അതെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹിൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നിരങ്ങി ഹത്ത ഡാം ഹിൽ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ലേറ്റ് ആയിച്ചിരി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. 1 hour എടുക്കും തിരിച്ച് വീട്ടിൽ പോവാൻ. അപ്പോൾ നമ്മൾ പോവാണ്.
നമ്മൾ ഹത്ത ഡാമിലേക്ക് പോണ സമയത്ത് നമ്മൾ ഈ മോസ്ക് കണ്ടായിരുന്നു. പകലായ കാരണം ഒരു ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ലൈറ്റ് ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് ഭയങ്കര കൂടുതലാണ്. അടിപൊളിയാണ്.